ചെയ്തെത്തി. അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു പൊതുവായ കാര്യം പറഞ്ഞു. ഈ കേസ് കൊടുത്ത ആള് ആരാണ് അവരെ പരാമർശിച്ചിട്ടില്ല, അദ്ദേഹം അവരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നോൺ ബെയിലബിളായി ഇങ്ങനെ കേസെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പണ്ഡിതൻ ഒരുപക്ഷെ മതനിയമം പറഞ്ഞിട്ടുണ്ടോ? അതേപക്ഷെ അദ്ദേഹത്തിന്റെ വാചകത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഓർക്കുന്നത്, അഴിഞ്ഞാട്ടക്കാരാണ് തട്ടം ധരിക്കാത്ത. സ്വാഭാവികമായും മതനിയമങ്ങൾ പാലിക്കാത്തവർ മതപരമായ നിയമത്തിന്റെ ചട്ടക്കൂട് പൊളിച്ച് പുറത്തു പോകുന്നവരാണ് എന്ന അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അവരെ അപമാനിക്കാൻ വേണ്ടിയോ ഒരാളെ പേരെടുത്ത് പറഞ്ഞില്ല, പൊതുകാര്യം പറഞ്ഞാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ സ്ത്രീ സമൂഹത്തെ അവഹേളിക്കാൻ പാടില്ല. അത് ഏത് സമൂഹത്തെയും, സ്ത്രീകളെ എന്നല്ല ആരെയും അപമാനിക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിന് അപമാനിക്കാൻ ലക്ഷ്യമാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം അങ്ങനെ ഒരു പണ്ഡിതൻ എന്ന രീതിയിൽ അത്തരം ഒരു അവഹേളനാപരമായ വാക്ക് അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നോൺ ബെയിലബിൾ കേസ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതിഷേധാർഹമാണ്. പരാമർശം എന്താണ് എന്ന് അതിന്റെ പശ്ചാത്തലം വെച്ചേ വിലയിരുത്താൻ കഴിയും. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേസ് കൊടുത്ത അവരെ കുറിച്ച് അദ്ദേഹം അങ്ങനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു പൊതുകാര്യം പറഞ്ഞതാണ്. അത് തട്ടം ധരിക്കാത്തത് ഇസ്ലാമിന് അനുയോജ്യമായ പ്രവർത്തനമല്ല. അവിടെ അദ്ദേഹത്തിന്റെ വാക്ക് കടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടോ, അല്ലാതെ ഒരു അപമാനകരമായ ഒരു പ്രവണതയാണ് അദ്ദേഹം കാണിച്ചതെന്ന് പറയാൻ കഴിയുന്നില്ല. കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തണമായിരുന്നു തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായും ഞാനടക്കം ഏത് വിഷയത്തിലും നമ്മൾ മീഡിയകളോട് പ്രതികരിക്കുമ്പോൾ 100% ശ്രദ്ധ പുലർത്തണം. പോലീസ് നടപടിയെ സംഘടന രീതിയിൽ സ്വാഭാവികമായും നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരാൾക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായി നേരിടാനാണല്ലോ ശരി. നമുക്കതിന്റെ പ്രതിഷേധം അറിയിക്കാം, ബാക്കി നിയമപരമായി നേരിടും. സർക്കാരിനെ അറിയിക്കും.